സ്കൂൾ ടെക്സ്റ്റിലെ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഉള്ള ഗ്രാമർ പോർഷനിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം 3 ഡിഗ്രിയാണുള്ളത്: പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതിൽ 3 തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ തരം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്റർചേഞ്ചിങ് ഡിഗ്രീസ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയിൽ നിന്ന് മറ്റൊരു ഡിഗ്രിയിലേക്ക് മാറ്റി എഴുതുന്ന ചോദ്യങ്ങളാണ്. മൂന്നാമത്തെ തരം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റ് കണ്ടെത്തുക, തന്നിരിക്കുന്ന സെന്റൻസിൽ സ്പോട്ട് ദ എറർ പാർട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സെന്റൻസുകൾ കണ്ടെത്തുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം 3 ഡിഗ്രിയാണുള്ളത്. പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ എഴുതാം അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഴിയും. നമ്മൾ ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്ക് നിങ്ങൾ നോക്കുക. ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്ക് അസ്സാണെങ്കിൽ അവിടെ വരുന്നത് പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും അഡ്ജക്റ്റീവുകളെയാണ് പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. അഡ്ജക്റ്റീവ് യാതൊരു മാറ്റവും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് ആയിരിക്കും. ടോൾ, ബിഗ്, സ്മോള്, ക്ലവർ, വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ ഇങ്ങനെയൊക്കെ പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവുകൾ എന്നാണ് ഇത്തരത്തിലുള്ള വാക്കുകളെ പറയുന്നത്. അഡ്ജക്റ്റീവുകൾക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ പറഞ്ഞാൽ അത് പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും. ഇനി ഡാഷ് കഴിഞ്ഞ് ദാൻ ആണ് കിടക്കുന്നതെങ്കിൽ, ഡാഷ് കഴിഞ്ഞ് ദാൻ എന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി നമുക്ക് ഉത്തരമായിട്ട് എടുക്കാം. എങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രി മനസ്സിലാക്കാം? ERൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതോ ആയ വാക്കുകൾ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ഉദാഹരണങ്ങളാണ്. ERൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതോ ആയ വാക്കുകൾ കമ്പാരിറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ദാ കഴിഞ്ഞ് ഡാഷ് ആണ് കിടക്കുന്നതെങ്കിൽ, ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതാം. എങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രി മനസ്സിലാക്കാം? ESTൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയ വാക്കുകൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള രീതികളിലുള്ള കീവേഡുകൾ, അതായത് ഡാഷ് കഴിഞ്ഞ് അസ്സോ അല്ലെങ്കിൽ ഡാഷ് കഴിഞ്ഞ് ദാനോ അല്ലെങ്കിൽ ദാ കഴിഞ്ഞിട്ടാണ് ഡാഷോ, ഇങ്ങനെ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ അല്ല വന്നിരിക്കുന്നതെങ്കിൽ, അത്തരത്തിലുള്ള വാക്കുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതും പോസിറ്റീവ് ഡിഗ്രിയുടെ ഉദാഹരണമാക്കി നമുക്ക് എഴുതാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. നമുക്ക് നോക്കാം, ചോദ്യങ്ങളിലേക്ക് പോകാം. അതിൽ ആദ്യത്തെ ചോദ്യം, നോ അതർ ബേർഡ് ഈസ് ആസ് ഡാഷ് ആസ് ദ ക്രോ. നോ അതർ ബേർഡ് ഈസ് ആസ് ഡാഷ് ആസ് ദ ക്രോ. ഓപ്ഷനിൽ ക്ലവർ ഉണ്ട്, ക്ലവറർ ഉണ്ട്, ക്ലവറസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡാഷ് കഴിഞ്ഞ് അസ്സാണെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി, ഡാഷ് കഴിഞ്ഞ് ദാൻ ആണെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി, ഡാഷിന് മുന്നിൽ ദായാണെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇവിടെ നമുക്ക് ഇവിടെ ഡാഷ് കഴിഞ്ഞ് അസ്സാണ് കിടക്കുന്നത്, അതുകൊണ്ട് പോസിറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതുന്നു. പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? ക്ലവർ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ദ ഗ്രേ മംഗൂസ് വാസ് ഡാഷ് ദാൻ ദ കോബ്ര. ദ ഗ്രേ മംഗൂസ് വാസ് ഡാഷ് ദാൻ ദ കോബ്ര. അപ്പോൾ ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്ക് ദാൻ ആണ്. ദാൻ വന്നു കഴിഞ്ഞാൽ എന്തിന് ഉദാഹരണം? അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. എങ്ങനെ കണ്ടെത്താന്ന് പറഞ്ഞു? ERൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതോ ആയ വാക്കുകൾ. അപ്പോൾ നമുക്ക് നോക്ക്, ERൽ അവസാനിക്കുന്ന വാക്കൊന്നുമില്ല, മോറിൽ തുടങ്ങുന്ന വാക്കുണ്ട്. അഗ്രസീവ്, മോർ അഗ്രസീവ്, മോസ്റ്റ് അഗ്രസീവ്. ഏതുത്തരം? മോർ വരുന്ന ഓപ്ഷൻ ബി ആയിട്ടുള്ള മോർ അഗ്രസീവ് ഉത്തരമായിട്ട് വരുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ദ ബനിയൻ ട്രീ വാസ് ദ ഡാഷ് പ്ലേസ് ഓൺ ദി റോഡ്. ദ ബനിയൻ ട്രീ വാസ് ദ ഡാഷ് പ്ലേസ് ഓൺ ദ റോഡ്. അപ്പോൾ നമുക്ക് ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നത്. ദാ കഴിഞ്ഞ് ഡാഷ് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി. എങ്ങനെ മനസ്സിലാക്കാം? ESTൽ അവസാനിക്കുന്ന വാക്കുകൾ. നോയിസ് ഉണ്ട്, നോയിസിയർ ഉണ്ട്, നോയിസിയസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏതാണ് ഉത്തരം? നോയിസിയസ്റ്റ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നു. അടുത്ത നാലാമത്തെ ചോദ്യം. കോബ്ര വാസ് എ ഡാഷ് ഫൈറ്റർ. അവിടെ അസ് വന്നിട്ടില്ല ഡാഷ് കഴിഞ്ഞിട്ട്, ദാൻ വന്നിട്ടില്ല ഡാഷ് കഴിഞ്ഞിട്ട്, ഡാഷിന് മുന്നിൽ ദായും വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ കീവേഡുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ ഏത് ഡിഗ്രി ആണെന്ന് പറഞ്ഞു? പോസിറ്റീവായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏത് ഉത്തരം? സ്കിൽഫുൾ ഉണ്ട്, മോർ സ്കിൽഫുൾ ഉണ്ട്, മോസ്റ്റ് സ്കിൽഫുൾ ഉണ്ട്. നമുക്ക് ഉത്തരം സ്കിൽഫുൾ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത അഞ്ചാമത്തെ ചോദ്യം. ദ ഈവനിങ് വാസ്
ഡാഷ് ദാൻ ദ മോർണിംഗ്. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. ഹോട്ട് ഓപ്ഷനിലുണ്ട്, ഹോട്ടർ ഓപ്ഷനിലുണ്ട്, ഹോട്ടസ്റ്റ് ഓപ്ഷനിലുണ്ട്. ഡാഷ് കഴിഞ്ഞ് ദാനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ERൽ അവസാനിക്കുന്ന ഓപ്ഷനായിട്ടുള്ള ഹോട്ടർ ഉത്തരമായിട്ട് കിട്ടുന്നു. അടുത്ത 6ാമത്തെ ചോദ്യം. ദ മൈന വാസ് അസ് ഡാഷ് അസ് ദ ക്രോ. ദ മൈന വാസ് അസ് ഡാഷ് അസ് ദ ക്രോ. അപ്പോൾ നമുക്ക് ഡാഷ് കഴിഞ്ഞ് അസ്സാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പോസിറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരുന്നു. കണ്ടന്റഡ് ഓപ്ഷനിലുണ്ട്, മോർ കണ്ടന്റഡ് ഓപ്ഷനിലുണ്ട്, മോസ്റ്റ് കണ്ടന്റഡ് ഓപ്ഷനിലുണ്ട്. നമുക്ക് ഏത് ഉത്തരം ഇപ്പം കണ്ടന്റഡ് എന്ന് പറയുന്ന പോസിറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരുന്നു. അടുത്തത് 7ാമത്തെ ചോദ്യം. ഇറ്റ് വാസ് ദ ഡാഷ് ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് ദ മംഗൂസ്. ഇറ്റ് വാസ് ദ ഡാഷ് ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് ദ മംഗൂസ്. നമുക്ക് ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഏത് ഉത്തരം വരണം? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരണം. ബാഡ് ഓപ്ഷനിലുണ്ട്, വോഴ്സ് ഓപ്ഷനിലുണ്ട്, വേസ്റ്റ് ഓപ്ഷനിലുണ്ട്. ഏത് ഉത്തരം? വേസ്റ്റ്. ബാഡിന്റെ 3 രൂപങ്ങളാണ്, അതുകൊണ്ട് വേസ്റ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ഡാഷ് വെക്കേഷൻസ് ദ ബോയ് ഹാഡ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ഡാഷ് വെക്കേഷൻസ് ദ ബോയ് ഹാഡ്. അപ്പോൾ ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നത്, അതുകൊണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരം നമുക്ക് ഏത് ഓപ്ഷൻ? അൺഫോർഗറ്റബിൾ ഓപ്ഷനിലുണ്ട്, മോർ അൺഫോർഗറ്റബിൾ ഓപ്ഷനിലുണ്ട്, മോസ്റ്റ് അൺഫോർഗറ്റബിൾ ഓപ്ഷനുണ്ട്. മോസ്റ്റ് തുടങ്ങുന്ന വാക്കുകൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതുകൊണ്ട് മോസ്റ്റ് അൺഫോർഗറ്റബിൾ ഉത്തരമായി വരുന്നു. 9ാമത്തെ ചോദ്യം. ഗ്രാൻഡ് ഫാദർ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദ ഫാമിലി. ഓൾഡ് ഓപ്ഷനിലുണ്ട്, എൽഡർ ഓപ്ഷനിലുണ്ട്, എൽഡസ്റ്റ് ഓപ്ഷനിലുണ്ട്. ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നത്. ESTയിൽ അവസാനിക്കുന്ന വാക്കുകൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്, അതുകൊണ്ട് എൽഡസ്റ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്തത്. ദ ഗ്രേ മംഗൂസ് ഡാർട്ടഡ് ഇൻ അസ് ഡാഷ് അസ് ദ കോബ്ര. ദ ഗ്രേ മംഗൂസ് ഡാർട്ടഡ് ഇൻ അസ് ഡാഷ് അസ് ദ കോബ്ര. അപ്പോൾ ആ ഡാഷ് കഴിഞ്ഞ് അസ്സാണ് കിടക്കുന്നത്. അസ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രി ഉത്തരം എന്ന് പറഞ്ഞു. സ്വിഫ്റ്റിലി ഓപ്ഷനിലുണ്ട്, മോർ സ്വിഫ്റ്റിലി ഓപ്ഷനിലുണ്ട്, മോസ്റ്റ് സ്വിഫ്റ്റിലി ഓപ്ഷനിലുണ്ട്. ഏത് ഉത്തരം? സ്വിഫ്റ്റിലി അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും.